ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വൈ ഐ സ്റ്റാർട്ടഡ് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എന്തിനാണ് എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, എന്തിനാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ടൊരു ചെറിയ ഇൻട്രോ പോലെ പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിക്കാൻ ഒരു റീസൺ ഉണ്ട്. ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 2 years മുന്നേ ആണ്. പക്ഷെ അന്ന് ഞാനൊരു യൂട്യൂബ് ചാനൽ വേണം, എനിക്ക് യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു ഇൻറ്റൻഷനേ ഉണ്ടായിരുന്നില്ല. എനിക്ക് അന്ന് ഞാൻ എന്തിനാണ് ചാനൽ തുടങ്ങിയതെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും നമുക്കിങ്ങനെ ഫോണോ കമ്പ്യൂട്ടറോ കൈ കിട്ടുമ്പോൾ നമ്മളൊരു ചുമ്മാ ഒരു യൂട്യൂബ് ചാനൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യത്തില്ലേ, അങ്ങനെ ഞാൻ ചെയ്തതാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞാൻ 2 വർഷം മുന്നേ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അത് ഒരു യൂട്യൂബർ എന്ന രീതിയിലൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ചുമ്മാ ഒരു സാധാരണക്കാർ അപ്ലോഡ് ചെയ്യുന്ന പോലെ ഞാനും ചുമ്മാ എന്തൊക്കെയോ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ശരിക്കും യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി, അതായത് റെഗുലറായിട്ട് ആഴ്ചയിൽ ഒരു 2-3 വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത് ശരിക്കും ഈ വർഷമാണ്. ഈ വർഷം സത്യമായിട്ട് പറഞ്ഞാൽ ഏപ്രിലാണ്. ഏപ്രിൽ മുതലാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി ഞാനൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ എൻ്റെ ഇതിനു മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനകത്തിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, യൂട്യൂബ് ജേർണി വീഡിയോ ചെയ്യാമോന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാനും മാത്രം യൂട്യൂബിൽ ഞാൻ വളർന്നിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വേണ്ടെന്ന് വെച്ചാണ്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു പറഞ്ഞേക്കാം. കാരണം ഞാൻ ഫസ്റ്റ് തൊട്ട് പറയാം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പം മുതലേ പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ ചൈൽഡ്ഹുഡ് ടൈമിൽ അതിന് നമുക്ക് പഠനത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത ഒരു സമയമായിരുന്നു. കൂടുതൽ സ്റ്റഡീസിൽ ഫോക്കസ് മാത്രം, വേറെ ഒന്നിലേക്കും അങ്ങനെ ശ്രദ്ധ വേണ്ട എന്നുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് ഞാൻ വളർന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനൊന്നും പറ്റിയിരുന്നില്ല. പിന്നീട് ഞാൻ കുറച്ച് വലുതായി കഴിഞ്ഞപ്പം എനിക്ക് അതിൽ നിന്നല്ല ഞാനങ്ങ് എൻ്റെ മൈൻഡ് കംപ്ലീറ്റ് മാറിപ്പോയി. ആ പഴയ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം എവിടെയൊക്കെയോ പോയി. എവിടെയൊക്കെയോ വെച്ച് നമുക്ക് നമ്മളെ നഷ്ടമാകുമെന്ന് പറയത്തില്ല, അതേപോലെ എനിക്ക് അന്നുണ്ടായിരുന്ന പോലെ ഡാൻസ് ചെയ്യണം, പാട്ട് പാടണം, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്കില്ലൊക്കെ ഞാൻ എവിടെയോ വെച്ച് മറന്നുപോയി. പിന്നെ ഞാൻ വിചാരിച്ചു അതൊക്കെ തിരിച്ചു വരണമല്ലോ, തിരിച്ചതൊക്കെ വേണം, എനിക്ക് പഴയ ഞാൻ ആവണം എന്നുള്ള ഒരു തോട്ട് വന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ആങ്കറിങ് ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് ആങ്കറിങ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആങ്കറിങ് ചെയ്തിട്ടുണ്ട്, സ്കൂളിലും അതുപോലെ കോളേജിലൊക്കെ വന്നപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് എപ്പോഴും ഞാനതൊക്കെ അങ്ങ് വിട്ടുപോയി. ആങ്കറിങ് ഒക്കെ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഒരു പോയിന്റിലെത്തിയപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്കൊരു പ്രൊഫഷണൽ ആങ്കർ ആവണം. ശരി, ആകാം. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ആങ്കറിങ് ജേർണി സ്റ്റാർട്ട് ചെയ്തു. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് ഒരു MC ആയത്. ഇന്ന് ഞാൻ അറൗണ്ട് 100 എബോവ് ഇവൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു നോർമൽ MCയെ പറ്റി പറയുകയാണെങ്കിൽ 100 ഒന്നും വലിയ നമ്പറൊന്നും അല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് 100 എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്. ഞാൻ അതിൽ കൂടുതൽ ഇവൻറ്റ്സ് ഇപ്പം ഹോസ്റ്റ് ചെയ്തു എന്നെനിക്ക് അഭിമാനത്തോടെ പറയാം. അതായത് നമ്മളുടെ പാഷൻ നമ്മൾ പ്രൊഫഷൻ ആക്കുക എന്നൊക്കെ പറയത്തില്ലേ, അത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പാഷനായിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പറയാം. അങ്ങനെ ആങ്കറിങ് ഞാൻ ചെയ്തു. പിന്നീട് എനിക്ക് എവിടെയോ വെച്ച് തോന്നുകയാണ് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. ശരി, അങ്ങനെ ഞാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് യൂട്യൂബിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യണം, എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണം, വീഡിയോ ഷൂട്ട് ചെയ്യണം ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു പിന്നീടുണ്ടായത്. പിന്നെ ഞാൻ ഇതിൽ നിന്നൊക്കെ മൈൻഡൊക്കെ മാറ്റി കൂടുതൽ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്തു. പിന്നെ കോവിഡ് ടൈം വന്നു. കോവിഡ് ടൈം വന്നപ്പോഴെന്താ ഒരുപാട് പേര് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ ഒരു പോയിന്റിൽ പോലും എൻ്റെ മൈൻഡിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു തോട്ടേ വന്നിട്ടില്ല. ഞാൻ എപ്പോഴും സ്റ്റേക്ക് ഓൺ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ സ്റ്റഡീസിനാണ്. അപ്പോൾ എനിക്കൊരു ഡ്രീമുണ്ട്, എനിക്കൊരു ലക്ഷ്യം ഉണ്ട്. അത് പറയുന്നതിന് മുന്നേ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതായത് എനിക്ക് +1 +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മെഡിക്കൽ എൻട്രൻസ് പാസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിൽ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രിയും പകലും ഒക്കെ നല്ലപോലെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പഠനത്തിൽ ഉഴപ്പിയിട്ടില്ല. പക്ഷേ എനിക്കത് പാസ്സാവാൻ കഴിഞ്ഞില്ല. അത് പറയുന്നതിൽ എനിക്ക് വിഷമമോ നാണക്കേടോ ഒന്നുമില്ല. വിഷമം ഉണ്ടായിരുന്നു, ഇപ്പോൾ വിഷമമൊന്നുമില്ല.
അപ്പോൾ എനിക്ക് മെഡിക്കൽ എൻട്രൻസ് എക്സാമിന് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടും എനിക്ക് പറ്റിയില്ല, ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്കത് മനസ്സിലായി, എനിക്ക് ആ ഒരു പ്രൊഫഷനോടാണെങ്കിലും ഇഷ്ടമെങ്കിലും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാനസികമായി തയ്യാറെടുപ്പ് എനിക്കില്ലാന്ന് തോന്നി. കാരണം എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും ഈ വലിയ സീവിയർ ഇഞ്ചുറീസിൻ്റെയൊക്കെ പിക്ചേഴ്സും ഒക്കെ കാണുമ്പോഴത്തേക്കിനും ചെറിയ എന്തോ ഒരു മരവിപ്പ് പോലെ തോന്നാൻ തുടങ്ങി. അതായത് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ പോകുമ്പോൾ, വേറെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഈ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു പേടി, എന്തോ ഒരു വല്ലായ്മ ഫീൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു, ഇപ്പോൾ ഇൻ കേസ് ഞാൻ ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തുകയായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അതിജീവിച്ചേനെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ ആ ഒരു ഓക്കെ അത് കഴിഞ്ഞു, എൻ്റെ നെക്സ്റ്റ് ഫേസിലേക്ക് എൻ്റർ ചെയ്യണം. അങ്ങനെ എനിക്ക് വേറൊരു എയിം ഉണ്ടാക്കി. ആ ടാർഗറ്റിന് വേണ്ടി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഞാനത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ പറയാം. ഇനി അതെല്ലാം ഞാനത് ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ അന്നേരവും ഞാൻ പറയാം. പക്ഷെ ക്വിറ്റ് ചെയ്യത്തില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിവേസ് അങ്ങനെ ഞാൻ സ്റ്റഡീസിന് വേണ്ടി ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോവിഡ് ടൈം വന്നു, ഒരുപാട് പേര് യൂട്യൂബ് ചാനൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്കിങ്ങനെ പലരും ലിങ്ക് ഒക്കെ അയച്ചു തന്നു, ഇതെൻ്റെ യൂട്യൂബ് ചാനലാണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഞാൻ കുറേ പേരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. എന്നിട്ടും എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നില്ല എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ദെൻ കുറച്ച് പേര് കേക്കൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിന് മുന്നേ ഉണ്ട്, പക്ഷെ അതൊക്കെ കുറച്ചും കൂടെ വ്യാപകമായത് എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ വന്നതിന് ശേഷമാണ് ഈ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനും കേക്ക് ഉണ്ടാക്കിയാലോ. പക്ഷേ കുക്കിംഗ് പറ്റില്ല, ബേക്കിംഗ് പറ്റില്ല, ഇതൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ വെറുതെ അതൊന്നും ചെയ്ത് സമയം കളയണ്ടേ. ഇപ്പോൾ സ്കൂളിൽ ഞാൻ +1 +2 ഹോം സയൻസ് ആയിരുന്നു, ഡിഗ്രിക്കും അതായിരുന്നു. അപ്പോൾ ഹോം സയൻസിൽ നമുക്ക് കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഞാൻ ഈ കുക്കിംഗ് ചെയ്തിട്ടില്ല. അന്ന് കേക്ക് ഉണ്ടാക്കേണ്ടി വന്നപ്പോഴും ഞാനത് ഉണ്ടാക്കിയിട്ടില്ല. സോ അപ്പോൾ എനിക്ക് അത്രയും അത്യാവശ്യം വന്നിട്ട് പോലും ഞാൻ അത് ചെയ്യാതെ അതിന് വേറെ കാര്യമാണ്, അതിന് പകരം വേറെ പരിപാടികളാണ് ചെയ്തത്. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റീവ്സ് ഒക്കെ ചെയ്യാം കേക്കിൻ്റെ വണ്ടയ്ക്കൊക്കെ. അതൊക്കെ ഞാൻ ആ ഒരു ടൈമിൽ ചെയ്തു. അങ്ങനെ ഞാൻ എന്താ പറയുന്നത്, കുക്കിങ് അതുപോലെ യൂട്യൂബ് ഈ പറയുന്ന പരിപാടിയൊന്നും ലോക്ക്ഡൗൺ ടൈമിൽ ചെയ്തില്ല. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 2 ഇയേഴ്സ് മുന്നേ ഇതുപോലെ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ എനിക്കിങ്ങനെ ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു, ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അപ്പം ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിപ്പോയി, എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ പുള്ളിക്കാരിക്ക് ഞാൻ നല്ല സപ്പോർട്ടൊക്കെ കൊടുത്തു. അപ്പം എനിക്ക് ചെറിയൊരു ചിന്ത വന്നു, എനിക്കും എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടാ. അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷെ എൻ്റെ കയ്യിലൊന്നുണ്ടായിരുന്ന ഫോണ് സാംസങ്ങിൻ്റെ ഒരു ഫോണായിരുന്നു. ഞാനത് 2018 എനിക്ക് പപ്പ വാങ്ങിച്ചു തന്ന ഫോണായിരുന്നു. എന്നിട്ട് ഞാനത് ആ ഒരു ഫോണിൽ വീഡിയോ എടുത്തിട്ട് എനിക്ക് ഒന്നാമത് വീഡിയോ എടുക്കാൻ അറിയത്തില്ലായിരുന്നു അതിനകത്തിൽ. പിന്നെ എഡിറ്റിങ് അറിയത്തില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം ഞാൻ വിചാരിച്ചു ഒരു നല്ല ഫോണൊക്കെ വാങ്ങി അല്ലെങ്കിൽ ഒരു നല്ല ക്യാമറ വാങ്ങിയിട്ട് ചെയ്യാമെന്ന്. പക്ഷെ അതിങ്ങനെ നീണ്ടു പോയി. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ ആ ഫോണിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തൊക്കെയോ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നേയില്ല. ആൻഡ് ഈ വർഷം, അതായത് 2024 എത്തിയപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഈ വർഷം നിനക്ക് ബ്ലെസ്സിങ്സിൻ്റെ ഒരു വർഷമായിരിക്കും. 2024 ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കും, ഒരുപാട് ഹൈറ്റ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനത് കേട്ടിട്ട് എനിക്ക് വലിയ കുലുക്കമൊന്നും ഉണ്ടായില്ല. കാരണം ഞാൻ ഇതുപോലെ പല അറ്റംപ്റ്റ്സും നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ചിലതൊക്കെ സക്സസ് ആയിട്ടുണ്ട്, ചിലത് ഫെയിലർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ വലിയ ഫോക്കസ് ഒന്നും കൊടുത്തില്ല. ദെൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ജനുവരിയിൽ എൻ്റെ ബ്രദറും വൈഫും നാട്ടിൽ വരുന്നത്. അവർ UK-ലാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിൽ. അപ്പോൾ അവർ നാട്ടിൽ വന്നപ്പം എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ ബ്രദർ എനിക്കൊരു iPhone ഗിഫ്റ്റ് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ എന്നിട്ടും എനിക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കുറച്ചുകൂടെ ഫോട്ടോസ് എടുത്തുകൂടാ, വീഡിയോസ് എടുത്തുകൂടാ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. യൂട്യൂബ് എന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ മൈൻഡിലേക്ക് ആ ഒരു സമയത്ത് പോലും വന്നിട്ടില്ല. ദെൻ കുറേ നാൾ കഴിഞ്ഞപ്പം എനിക്ക് നല്ല പരിചയമുള്ള വേറൊരാൾ, അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഹായ് ലിജ, ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനടുത്ത് കൊള്ളാമല്ലോ, ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയല്ലോ, എന്നാൽ പിന്നെ ഞാനും കൂടെ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അന്നും ഞാനൊരു ഇൻറ്റൻഷനലി ആയിരുന്നില്ല സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ എൻ്റെ ചാനൽ ഞാൻ പൊടി തട്ടി നോക്കി, എൻ്റെ ചാനലിൽ എന്തൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യാം.
അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ചെയ്യാം, വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആൻഡ് ഫൈനലി ഞാൻ തീരുമാനിച്ചു എനിക്ക് സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും, സ്റ്റോറി ടെല്ലിംഗ് തന്നെ കണ്ടൻസ് ആയിട്ട് വെക്കാം. അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മൾ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഒരു കണ്ടന്റ് ആക്കുകയാണെങ്കിൽ നല്ലപോലെ എഡിറ്റിംഗ് വശം ഉണ്ടായിരിക്കണം, മറ്റ് ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് സ്കില്ലൊക്കെ ഉണ്ടാവണം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ ട്രാക്ക് മാറ്റിയേക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആൾക്കാർക്ക്, അതായത് എൻ്റെ വ്യൂവേഴ്സിന് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അതായത് ഹൗ ടു ഡു ദാറ്റ് ഓർ ഹൗ ടു അച്ചീവ് ദാറ്റ്, അങ്ങനെയൊക്കെ ഉള്ള മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നത്. ഇതിപ്പം നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാൻ വേണ്ടി ടൈം കളയുമ്പം അതിൽ നിന്നും നമുക്ക് ഇൻസ്പയർഡ് ആവാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് പേർക്ക് നല്ല വീഡിയോ കാണുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതി കുറച്ച് ടോപ്പിക്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് കുറച്ച് നല്ല ഇൻ്ററാക്ഷൻസ് ഉണ്ടായി. ഇപ്പോൾ ഈ ഒരു സമയം വരെ എനിക്ക് കുറച്ച് പേരോട് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. കമൻസിലൂടെ കുറച്ച് പേര് എന്നോട് ഫീഡ്ബാക്ക് ഒക്കെ പറയുന്നുണ്ട്, എൻ്റെ പോരായ്മകൾ പറയുന്നുണ്ട്, എൻ്റെ പ്ലസ് പോയിന്റ്സ് പറയുന്നുണ്ട്, നമ്മളെ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. സോ അങ്ങനെ എനിക്ക് കുറേ ആൾക്കാരുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി. അപ്പോൾ അതിലൂടെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം, സാറ്റിസ്ഫാക്ഷനോ, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ കുറച്ച് പേർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കുറച്ച് പേരിലേക്കെങ്കിലും അത് റീച്ച് ആയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ എന്ന് പറഞ്ഞാലും ഞാൻ മാർച്ച് ഒരു ലാസ്റ്റ് വീക്ക്, ഒരു 26 ആ ഒരു ടൈമിൽ മുതലെയാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലോട്ടൊക്കെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാം, കുറച്ച് കണ്ടന്റ്സ് ഒക്കെ കൊണ്ടുവരാം എന്ന് വിചാരിച്ചത്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ആ സമയത്ത് ശരിക്കും ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരാളാവണം, യൂട്യൂബർ ആവണം എന്നുള്ള ഒരു തോട്ട് ഇല്ലായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് നമുക്കിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു ആഗ്രഹമോ ചിന്തയോ ഇല്ലായിരുന്നു. പിന്നീടാണ് ഏകദേശം കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് വീഡിയോസിലൊക്കെ ക്വാളിറ്റിയിലൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങി. അതായത് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവണം, അതായത് ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണം എന്നുള്ള തോട്ടിലൂടെ വന്ന് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. സോ ഇതാണ് എൻ്റെ യൂട്യൂബ് ജേർണി. അപ്പോൾ എനിക്ക് നേരത്തെ ഇതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അത് ആക്ഷനിലേക്ക് വന്നിട്ടില്ല. ഇപ്പം നമ്മൾ പറയാമല്ലോ, നമുക്ക് എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് പ്ലാനിങ് ഇല്ല, അതുപോലെ തന്നെ ആക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതവിടെ ഒരു ആഗ്രഹമായിട്ട് വെറുതെ കിടക്കും. സോ ഞാൻ പറയുന്നത് ഒരു മോട്ടിവേഷൻ ആയിട്ടൊന്നും കരുതണ്ട, ഒരു ഫ്രണ്ട് പറയുന്നത് പോലെ കരുതിയാൽ മതി. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ ഒന്ന് പുറത്തേക്ക് വലിച്ചിടൂ. അത് അവിടെ കിടന്ന് പൊടി പിടിച്ച് പോവാതെ ഒന്ന് പുറത്തേക്ക് വന്ന് പോളിഷ് ചെയ്ത് എടുക്കൂ. എന്നിട്ട് അതിന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്ത് എടുക്കൂ. എന്നിട്ട് നിങ്ങൾ ആ ഒരു ആഗ്രഹത്തെ ആക്ഷനിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ അതിൽ സക്സസ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അതിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല വേറെ ഏതെല്ലാം ആർട്സിലാണെങ്കിലോ, എന്താണ് നിങ്ങളുടെ ഡ്രീം, വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഹാവ് ടു പുട്ട് ആക്ഷൻ ഫോർ ദാറ്റ്, പുട്ട് ആക്ഷൻ ഓൺ ഇറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെ അത് ചെയ്യണം എന്ന് കിടന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നിങ്ങളൊരു ജേർണൽ എടുക്കുക, ഒരു ബുക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു ഡയറി വാങ്ങിക്കുക. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ബുക്ക് പേപ്പറോ ബുക്കോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു ബുക്കോ എന്തെങ്കിലും ഒരു സംഭവം ആക്കി മാറ്റുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ, അതൊക്കെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വയ്ക്കുക. എനിക്ക് ചെയ്യണം, എനിക്ക് കുറച്ച് കവിതകൾ എഴുതണം, അല്ലെങ്കിൽ എനിക്കൊരു പാട്ട് പാടണം, അല്ലെങ്കിൽ എനിക്കൊരു പുതിയ ഡ്രസ്സ് വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ ഒരു മിമിക്രി ചെയ്യണം, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഈ എക്സാം വിൻ ചെയ്യണം, ഈ എക്സാമിൽ നല്ല മാർക്ക് വേണം, അങ്ങനെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഇന്ന ട്രിപ്പ് പോകണം, ഇന്ന സ്ഥലം വിസിറ്റ് ചെയ്യണം, അത് എന്തായിക്കോട്ടെ അത് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളിരുന്ന് ആലോചിക്കുക, ഇതെനിക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം, ഇതെനിക്ക് എങ്ങനെ ആക്ഷനിൽ എന്തൊക്കെ ചെയ്താൽ എനിക്കിത് വർക്കൗട്ട് ആക്കാമെന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സൊല്യൂഷൻസ് കിട്ടും.
ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണെന്നും കൂടെ കണ്ടുപിടിക്കുക, അതിനെ എങ്ങനെ എടുത്ത് മാറ്റാമെന്നും കൂടെ ചിന്തിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളുടെ എന്ത് ഡ്രീം ആണെങ്കിലും അത് വേറൊരാളെ ഹേർട്ട് ചെയ്യുന്നതാവരുത്. വേറൊരാളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കാത്ത ഒരു സംഭവമായിരിക്കണം നമ്മളുടെ ആഗ്രഹങ്ങൾ. സോ അങ്ങനെ നിങ്ങൾ അതിലേക്ക് ആക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്ന് ആലോചിക്കുക. അതൊക്കെ ചെയ്യുന്നതിന് ഡിസ്ട്രാക്ഷൻസ് എന്താണോ അതെല്ലാം കണ്ടുപിടിക്കുക, അതിനെയൊക്കെ എടുത്ത് മാറ്റിക്കളയുക. പിന്നെ നിങ്ങൾ ആ ആക്ഷൻ ഡയറക്റ്റ് അതിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ എന്നിട്ട് ആ ഒരു സംഭവം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് ഭയങ്കര വലുതായിരിക്കും ഗായ്സ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.